മാധ്യമപ്രവർത്തകർക്ക് സ്നേഹാദരവും സ്നേഹവിരുന്നും ഒരുക്കി ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശകമ്മിറ്റി. വടക്കാഞ്ചേരി ഡെലിസ റെസിഡൻസിയിലായിരുന്നു ചടങ്ങ്. ദേശകമ്മിറ്റി ഭാരവാഹികളായ A.K. സതീഷ് കുമാർ, K. ബാലകൃഷ്ണൻ, V.A. വിപിൻ, T.K. സനീഷ്, ശ്രീനാഥ് പുഴങ്കര, രജീഷ് പണ്ടാരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. മാധ്യമപ്രവർത്തകരായ V. മുരളി, ശശികുമാർ കൊടക്കാടത്ത്, അജീഷ് കർക്കിടകത്ത്, T.D. ഫ്രാൻസിസ്, C.K. വേണുഗോപാൽ, P. അരുൺദാസ്, ജോണി ചിറ്റിലപ്പിള്ളി, ജോൺസൺ പോണലൂർ, സിറാജ് മാരാത്ത്, ഗോവിന്ദൻകുട്ടി, ശിവപ്രസാദ് പട്ടാമ്പി, രാജശേഖരൻ കടമ്പാട്ട്, രാധാകൃഷ്ണൻ, സുമേഷ് അറിയമ്പറമ്പിൽ, ലിൻഡോ, മനോജ് കടമ്പാട്ട്, റോയ് ചിറ്റിലപ്പിള്ളി എന്നിവരെ പൊന്നാട അണിയിച്ചാണ് പൂരക്കമ്മിറ്റി ആദരിച്ചത്. ശ്രീ ശിവപ്രസാദ്, ശ്രീ രാജശേഖരൻ, ഒരു പുതിയ അനുഭവമാണ്. കൂട്ടായിട്ട് എല്ലാവരും വിളിച്ചൊരു അനുഭവമാണ്. നേരത്തെ കുമരനെല്ലൂര് നമ്മൾ കുറച്ച് പേരെയും ആദരിച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ പേരെയും വിളിച്ചിട്ട് ആദരിക്കുന്ന ഒരു ചടങ്ങ് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ പത്രക്കാരെ സംബന്ധിച്ചോളം നല്ല ഒരു സമീപനമാണ് എക്കാലത്തും കുമരനെല്ലൂർ പൂര കമ്മിറ്റി സ്വീകരിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് നമുക്ക് ആവശ്യമായ വിവരങ്ങൾ തരുന്നതിന് എന്നും മുമ്പിൽ തന്നെയാണ് കമ്മിറ്റിയുടെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. പലപ്പോഴും പൂരത്തിൻ്റെ ദിവസമൊക്കെ നമ്മൾ കൂടി ആനകളെ മാറ്റുമറ്റൊക്കെ അന്വേഷിച്ച് ഒരു ദിക്കിൽ നടക്കേണ്ട അവസ്ഥ ഉണ്ടാകുമ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ സമീപനം, പൂരത്തെ മാറ്റുകൂട്ടാൻ അല്ലെങ്കിൽ പൂരത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കാൻ നമ്മൾ ഇടപെടുമ്പോൾ നമ്മളെ ആ രീതിയിൽ ഒപ്പം നിന്ന് ചേർത്ത് നിർത്തി സഹകരിച്ച ഒരു കീഴ്വഴക്കം വളരെ മുമ്പ് തന്നെ ഈ ദേശത്തിന് തുടർന്നു വരുന്നു. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് പൂരനിലാവിൻ്റെ ഭാഗമായിട്ട് മാധ്യമപ്രവർത്തകരെയും ആദരിച്ച ആ നല്ല മനസ്സിന് നമ്മൾ നന്ദി പറയുന്നു. തളി പൂരത്തെ അതിൻ്റെ തൃശ്ശൂർ പൂരത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത്, പൂരത്തിൻ്റെ വാർത്തകളിലെങ്കിലും ആ രീതിയിൽ ഇടം കണ്ടെത്താനും ഇടം നൽകാനും കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെയൊക്കെ പത്രപ്രവർത്തന ജീവിതത്തിലേറെ ധന്യത പറഞ്ഞിട്ടുള്ള ഒന്ന് തന്നെയാണ്. ആ രീതിയിൽ നമ്മളെ ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചിട്ട് വലിയ ഒരു പങ്ക് ഈ ദേശത്തിന് നേതൃത്വം നൽകുന്ന ആളുകളുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പൂര കമ്മിറ്റിയുടെ കോർഡിനേഷനൊക്കെ വന്നപ്പോൾ ശ്രീ A.K. സതീഷ് കുമാർ തുടക്കം മുതൽ എൻ്റെ ദീർഘകാലം 10-13 വർഷക്കാലം എൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചതാണ്. അപ്പോൾ കേരളത്തിൽ കണ്ടിരിക്കേണ്ട 5 പൂരങ്ങളിൽ ഒന്നായി ഉത്രാളിപ്പൂരത്തെ അടയാളപ്പെടുത്താൻ കഴിഞ്ഞത് ടൂറിസം മാപ്പിൽ ഇടം പിടിപ്പിക്കാൻ അല്ലെങ്കിൽ ഇടം കണ്ടെത്തിക്കാൻ അധികൃതരെ പ്രേരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് ഈ ദേശത്തിന് നേതൃത്വം ആളുകൾ വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ സഹായം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഇന്നലെ കിട്ടാൻ ബാക്കിയുണ്ടോ എന്നറിയില്ല. ടൂറിസത്തിന്റെ മാപ്പിൽ വസന്തകാലത്ത് കണ്ടിരിക്കേണ്ട പൂരങ്ങളിലൊന്നായി 5 പൂരങ്ങളിലൊന്നായി ഉത്രാളി പൂരത്തെ അടയാളപ്പെടുത്താൻ കഴിഞ്ഞത് അതൊരു വലിയ ഒരു നേട്ടം തന്നെയാണ്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള മാറ്റങ്ങളും ഉത്രാളിപ്പൂരത്തോടുള്ള സമീപനങ്ങളും ഒക്കെ നമുക്ക് തീർച്ചയായും ദേശത്തിൻ്റെ ഭാരവാഹികളെ ഈ കാര്യത്തിൽ താല്പര്യമെടുത്ത ദേശ കമ്മിറ്റിയുടെ ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു. പൂരത്തിലും മാറ്റം അനിവാര്യമാണെന്ന ഒരു തിരിച്ചറിവ് ആദ്യമുണ്ടായതും ഈ കമ്മിറ്റിക്കാണെന്ന് പറയാതിരിക്കാൻ